ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമ്മൾക്ക് മന്തിൻ്റെ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായാൽ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഞാൻ ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് ഒരു ഡ്രൈഡ് ലെമണ്, കുരുമുളക്, 2 ബേ ലീഫ്, ക്ലോവ്, വെളുത്തുള്ളി തൊലി കളയാണ്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാടമം, സിനമൺ സ്റ്റിക്ക്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കിയതായതുകൊണ്ട് വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലിട്ടിട്ട് കുറച്ച് ടൈം വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ തിരിച്ചെടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. ഇത് ചിക്കൻ്റെ ഫ്ലേവറും കൂടി റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്കൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ 15 മിനിറ്റാണ് വേവിച്ചിട്ടുണ്ടായത്. 15 മിനിറ്റിന് ശേഷം ഞാനിതിനെ മസാല തേക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് ചെറിയ തീയിലാണ് ഇനി വേവിച്ചെടുക്കേണ്ടത്. അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലെ ഉപ്പെല്ലാം ഈ ടൈം തന്നെ കറക്റ്റ് ആക്കണം. ഉപ്പ് കറക്റ്റാണോ നമുക്ക് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. ക്യാരറ്റും കൂടി ഇട്ട് നമുക്കിതിനെ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ചിക്കൻ മീറ്റ് മസാലയാണ്, കുറച്ച് അറബിക് മിക്സ് മസാല, ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്, കുറച്ച് അതിട്ടിട്ടുള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി. അടുത്തതായി ഇടുന്നത് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് യോഗട്ടും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിൽ പുരട്ടേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ചിക്കന് ഇതിലിട്ടിട്ട് നമുക്ക് മസാല എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചിക്കൻ പീസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് 3 ആൾക്ക് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഈ അളവ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്.
പ്ലേറ്റിൽ നമുക്ക് കോൾ കത്തിച്ച് അതിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായി മന്തിക്ക് കൂട്ടുന്ന ചട്നി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി അല്ലി, പിന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് ക്യുമിൻ സീഡ് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. മന്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം.